ജി ആൻഡ് ജി വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, കേരളത്തിലെ പുരാതനവും അതീവ പ്രാധാന്യമേറിയതുമായ അനേകം ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ഇന്നും നമ്മളിൽ പലർക്കും അപരിചിതമാണ്. അത്തരം ദൈവിക ഇടങ്ങളിലെ ചരിത്രവും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ലളിതമായി നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഈ വീഡിയോ. എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും പ്രതീക്ഷിക്കുന്നു. എറണാകുളത്തിൽ നിന്ന് തൃപ്പൂണിത്തുറയിലേക്കുള്ള റോഡിൽ അല്പം തെക്കോട്ട് മാറി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഗ്രാമമാണ് മരട്. ഇന്ന് ഈ പ്രദേശം നഗരത്തിന്റെ പദവിയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. മരടിന്റെ ഹൃദയഭാഗത്താണ് പ്രസിദ്ധമായ കൊട്ടാരം ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുരാതന കാലങ്ങളിൽ ഈ പ്രദേശം നിബിഡ വനപ്രദേശമായിരുന്നു. മുനിവര്യന്മാരുടെ തപോവനമായിരുന്നുവെന്നാണ് വിശ്വാസം. കാലക്രമേണ മരട് പ്രദേശം പറവൂർ രാജവംശത്തിന്റെ അധീനത്തിലാവുകയും അവർ ഇവിടെ ഒരു കൊട്ടാരം പണിത് ഭരണം നടത്തുകയും ചെയ്തു. പിന്നീട് പറവൂർ തമ്പുരാക്കന്മാർ അവരുടെ ആസ്ഥാനം മറ്റിടത്തേക്ക് മാറ്റുമ്പോൾ കൊട്ടാരത്തിൽ ആരാധിച്ചു വന്ന ദേവിയെ ഇവിടെ ഒരു ക്ഷേത്രം പണിത് പ്രതിഷ്ഠിച്ചു. ക്ഷേത്രത്തിന്റെ നടത്തിപ്പിന്റെ ചുമതല അന്നത്തെ പട്ടോല മേനോൻ ആയിരുന്ന മംഗലപ്പിള്ളി അച്ഛൻ ഏൽപ്പിച്ചു. കാലാന്തരത്തിൽ പറവൂർ തമ്പുരാക്കന്മാരുടെ ശക്തി ക്ഷയിക്കുകയും മംഗലപ്പിള്ളി അച്ഛൻ കൊച്ചി രാജാവിനോട് കൂറ് പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന യുദ്ധത്തിലൂടെ ഈ പ്രദേശം കൊച്ചി രാജാവ് കൈവശപ്പെടുത്തി. യുദ്ധത്തിൽ നൽകിയ സഹായത്തിന് പ്രതിഫലമായി കൊച്ചി രാജാവ് മരട് കൊട്ടാരം, ക്ഷേത്രവും പണ്ടോത്ത് ശിവക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട സ്വത്തുക്കളും മംഗലപ്പിള്ളി അച്ഛന് നൽകുകയും ചെയ്തു. പിന്നീട് ക്ഷേത്ര നടത്തിപ്പ് ഒരു ഭാരമായി തോന്നിയപ്പോൾ കൊല്ലവർഷം 1053 മേടം 11 കൊട്ടാരം ഭഗവതി ക്ഷേത്രം മരട്, കുണ്ടന്നൂർ, പൂണിത്തുറ പ്രദേശങ്ങളിലെ നായർ പ്രമാണിമാർക്ക് തീരെഴുതി നൽകി. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ദാരിക നിഗ്രഹം കഴിഞ്ഞ് സന്തുഷ്ടിയായി നിൽക്കുന്ന ഭദ്രകാളിയുടെ രൂപമാണ്. ത്രിശൂലം, ദാരികന്റെ ശിരസ്, വാൾ, വട്ടക എന്നിവ കൈകളിൽ ധരിച്ചിരിക്കുന്ന ശക്തിയുള്ള ഭദ്രകാളി രൂപത്തിലാണ് അമ്മ ഇവിടെ പ്രതിഷ്ഠിതയായിരിക്കുന്നത്. ഭക്തരുടെ പ്രാർത്ഥനകൾക്കനുസരിച്ചു വിദ്യ, മംഗല്യം, സമ്പത്ത്, ആരോഗ്യം എന്നിവ നൽകുന്ന സർവമംഗളകാരിണിയായാണ് അമ്മ ഇവിടെ ആരാധിക്കപ്പെടുന്നത്. മരടിന്റെ പ്രശസ്തി ദേശാന്തരങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രധാന ആകർഷണമാണ് ഇവിടെ നടക്കുന്ന വെടിക്കെട്ട്. മരട്, കുണ്ടന്നൂർ, പൂണിത്തുറ പ്രദേശങ്ങളിലെ നാട്ടുകാർ വടക്കും തെക്കും ചേരുവാരങ്ങളായി വിഭജിച്ച് താലപ്പൊലി ദിവസങ്ങളിൽ നടത്തുന്ന വെടിക്കെട്ടാണ് ഇതിന്റെ പ്രത്യേകത. കൊല്ലവർഷം കുംഭമാസത്തിലെ പൂരമാണ് ദേവിയുടെ തിരുനാൾ. അതിനു മുമ്പുള്ള 7 ദിവസങ്ങളിലാണ് താലപ്പൊലി ആഘോഷങ്ങൾ നടക്കുന്നത്. ആദ്യ ദിവസം രാവിലെ മുതൽ പറയെടുപ്പും വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം സാമ്പിൾ വെടിക്കെട്ടോടുകൂടിയാണ് താലപ്പൊലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. എല്ലാ ദിവസവും കളമെഴുത്തും പാട്ടും നടക്കുന്നു. 4-ാം ദിവസം വടക്കേ ചേരുവാരത്തിന്റെ താലപ്പൊലി നടക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെയും സന്ധ്യയ്ക്ക് വെളുപ്പിനും നടക്കുന്ന കരിമരുന്ന് പ്രയോഗവും കേരളത്തിലെ പ്രശസ്ത ഗജവീരന്മാരുടെ സാന്നിധ്യവും മേളപ്രതിഭകൾ അണിനിരക്കുന്ന വാദ്യാഘോഷങ്ങളും ഭക്തജനങ്ങളെ വലിയ തോതിൽ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നു. ആദ്യത്തെ 5 ദിവസങ്ങളിലും ദേവിയെ എഴുന്നള്ളിച്ച് ദേശം ചുറ്റിയുള്ള പറയെടുപ്പും നടക്കുന്നു. 6ഉം 7ഉം ദിവസങ്ങളിൽ വേലയും പടയണിയും നടക്കുന്നു. 8ാം ദിവസം പൂരം തിരുനാളിൽ നടത്തുന്ന സദ്യയിൽ ഭക്തസഹസ്രങ്ങൾ പങ്കെടുക്കുന്നു. അന്നത്തെ സദ്യയിൽ ചെറിയ വെടിക്കെട്ടും തുടർന്ന് ഗുരുതിയും നടക്കുന്നതോടെ ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുന്നു. താലപ്പൊലിക്ക് പുറമെ വർഷം മുഴുവൻ നിരവധി ആഘോഷങ്ങളും ഇവിടെ നടക്കാറുണ്ട്. മേടമാസത്തിൽ സ്ത്രീകളുടെ വഴിപാടായി പൊങ്കാലയും മുടിയേറ്റും, കർക്കിടകത്തിൽ മഹാഗണപതി ഹോമവും വിദ്യാരംഭവും, വൃശ്ചികത്തിൽ ലക്ഷാർച്ചന, തൃക്കാർത്തിക വിളക്ക്, ശാസ്താംപാട്ട്, മഹാനിവേദ്യം എന്നിവയും നടത്തപ്പെടുന്നു. ക്ഷേത്രത്തിൽ ഘണ്ഠകർണൻ, നർത്തകൻ, ബ്രഹ്മരക്ഷസ്, കരിനാഗയക്ഷി, നാഗരാജാവ്, നാഗയക്ഷി, ശാസ്താവ്, ഗണപതി തുടങ്ങിയ ഉപദേവതകളുമുണ്ട്. മിക്ക വർഷങ്ങളിലും ഇവിടെ സപ്താഹവും നടത്താറുണ്ട്. പ്രധാന വഴിപാടുകൾ ത്രികാല പൂജ, 12,000 പുഷ്പാഞ്ജലി, ഉദയാസ്തമന പൂജ, വലിയ ഗുരുതി, ചുറ്റുവിളക്ക്, നിറമാല, കടും പായസം എന്നിവയാണ്. ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ശ്രീദേവി എന്ന പേരിൽ ഒരു എയർ കണ്ടീഷൻ കല്യാണ മണ്ഡപവും പ്രവർത്തിച്ചു വരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.